ഞാൻ ഇന്ന് വന്നത് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കിണ്ണത്തപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. തരിയുള്ള പൊടി എടുത്താൽ നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചുടുവെള്ളം എടുത്ത് നമുക്ക് ആ പൊടിയിലേക്ക് അല്പാൽപമായി ഒഴിച്ചു കൊടുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടി ഇപ്പം ജസ്റ്റ് ഒന്ന് കുതിർന്ന് വന്നിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് നമുക്ക് കുറേശ്ശെയായി ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവ് നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ആ 1 കപ്പ് തേങ്ങാപ്പാൽ മുഴുവനും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മൊത്തം 1.25 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മധുരത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ കട്ടകളൊക്കെ നല്ലോണം ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം നല്ല കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മാവ് റെഡിയാക്കാം. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബൗളിലേക്ക് ഒഴിക്കാം. ഈ മാവ് കുറച്ച് കട്ടിയുണ്ട്. നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കേൻ്റെ കുരുവും കൂടി അടിച്ചെടുത്ത ആ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാൻ കിണ്ണത്തപ്പം ചുട്ടെടുക്കുന്നത് ഇഡ്ഡലി ചെമ്പിലാണ്. ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഈ ഒരു പ്ലേറ്റിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണ തടവിയതിന് വേണം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അധികം കട്ടിയിൽ മാവ് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ സോഫ്റ്റ് കുറവായിരിക്കും ഉണ്ടാവുക. നമ്മൾ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിണ്ണത്തപ്പം കിട്ടും. ഞാനിത് ഇതിലേക്ക് ഒരു 2.5 കരണ്ടി മാവേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മേതയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണം, അത് നിർബന്ധമില്ല. ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേതയ്ക്ക് ഞാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ബാക്കി മാവുണ്ട്, അത് ഞാൻ ഈ പ്ലേറ്റിലും എണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 2 കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ മേതി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്നപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ട് നമ്മുടെ കിണ്ണത്തപ്പം. ഇനി നമുക്കത് തണയുന്നതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാം. 2 കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇത്രയാണ് എൻ്റെ കിണ്ണത്തപ്പത്തിൻ്റെ കട്ടിയുള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല രുചിയുണ്ട്, പാകത്തിന് മധുരമൊക്കെ.